റോഡിൽ മറ്റുള്ളവർക്ക് യാത്രയുണ്ട്. നീ ആടാ ചോദിക്കാൻ? അത് ശരി, അന്തസ്സില്ലായ്മ കാണിച്ചും പോരാ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ? ഇനി അറിയിച്ചു തരാം. സർ വേണ്ട സർ, നമുക്ക് പോവാം. ചേട്ടാ, അവൻ അറിയാതെ പറ്റിപ്പോയതാ. അവൻ ഇത്തിരി കഴിച്ചിട്ടുണ്ട്. അതെ, ഞാനും കള്ളു കുടിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങനെ റോഡിൽ ഇറങ്ങാറില്ല, മനസ്സിലായോ? ഓട്ടെ ചേട്ടാ, ചേട്ടൻ വിട്ടുകളാ. ചേട്ടൻ പോയിക്കോ. അവൻ മുട കാണിക്കുകയാണെങ്കിൽ വരട്ടെ. ഡാ, ഒറ്റ അടിയങ്ങുന്നുണ്ടല്ലോ. സാറായതുകൊണ്ടോ നിന്റെ മേലെ കൈവെക്കത്ത്. മര്യാദയ്ക്ക് നീ അടങ്ങിയിരുന്നോ? വാ സർ, പോ വാ. അണ്ണൻ പോയിക്കോ അണ്ണ. ചെക്കൻ കൊള്ളാലോ, അടിച്ചാൽ തിരിച്ചടിക്കും. ബൈജോണ്ണ അവനെ കുറിച്ച് പറഞ്ഞത് അതന്നെ. അവനെ അവളെയാ നമുക്ക് തീർക്കണ്ടേ. ഇതാണ് എനിക്ക് സാറിന്റെ സ്വഭാവത്തിൽ തീരെ പിടിക്കാത്തൊരു കാര്യം. എന്ത്? ഈ ആവശ്യമില്ലാത്ത വഴക്കിന് പോകുന്നത്. ഞാനിപ്പോ ആവശ്യമില്ലാത്തനാണ് വഴക്കിന് പോയത്. അതിന് അവര് കാണിച്ചു കണ്ടില്ലേ? എന്തൊരു ബോറായിരുന്നു. അതെ, അത് സഹിച്ച് വണ്ടി ഓടിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? അയ്യോ, അവന്മാര് കുടിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? കുഴപ്പക്കാരാണെന്നും കണ്ടാൽ അറിയാം. അവര് സാറിനെ തല്ലിയിരുന്നെങ്കിലോ? അവന്മാരെ തിരിച്ചെല്ലാൻ എനിക്ക് പറ്റില്ല എന്നാണോ താൻ കരുതിയ? തല്ലാൻ സാറിനെ കൊണ്ട് പറ്റും. അതിലിപ്പോ എന്താ സംശയം? സാറ് നല്ല ഇടിക്കാരനല്ലേ? നന്ദിനി, ചുമ്മായിരിക്കും. അതെ, ഇടിക്കാൻ പഠിക്കുന്ന പോലെ ക്ഷമിക്കാനും പഠിക്കണം. അവന്മാർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വഴിമാറിപ്പോയാ എന്തായിരുന്നു കുഴപ്പം? അല്ലാതെ ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞോ ലോകത്തുള്ള മൊത്തം കാര്യങ്ങൾ ശരിയാക്കണമെന്ന്. എന്റെ കൺമുമ്പിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ചോദിക്കും. അതിന് അവന്മാര് ഏത് കൊമ്പത്തുള്ള അവന്മാരായാലും ശരി. സാർ പണ്ടേ ഇങ്ങനെയാണോ? ഞാൻ പണ്ടും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും. എന്താ എന്താ? ഒന്നുമില്ല, മൊത്തത്തിലൊരു മൊഷടനാ. എന്താ 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 താനിപ്പോ വിളിച്ചേ? ഞാനൊന്നും പറഞ്ഞില്ലേ. താൻ പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ താവുന്നോട് പറ. മോശടൻ എന്നാ ഞാൻ വിളിച്ച. ദേഷ്യം വന്നാ അത് നിയന്ത്രിക്കാൻ അറിഞ്ഞൂടെ? ശരി, ഇനി തന്നെ കൊട്ടി വണ്ടി ഓടിക്കുമ്പോ ഞാൻ റോഡിന്റെ സൈഡിൽ കൂടി ഒരാൾക്കും ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോളാം. മതിയോ? ഇതുപോലെ ഏതെങ്കിലും ഒരുത്തം വരികയാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കി അവൻ പോകുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. മതിയാ? ആ മതി. നമുക്ക് വലിയ തിരക്കൊന്നുമില്ലല്ലോ സർ. തിരക്കുള്ളൊരു പോട്ടെ. നമുക്ക് ചിരിച്ചും കളിച്ചും സംസാരിച്ചൊക്കെ പതുക്കെ പോയാ മതി. എന്റെ ദൈവമേ, ഒരു സന്യാസിയാണല്ലോ ഞാൻ കയറി താലി കിട്ടിയത്. സാർ സാർ സാർ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓ ശരി ശരി ശരി.
സാർ ഇയാള് കാണിക്കുന്നത്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? എന്തോ എന്തോ ഏ ഒന്നുമില്ല. ആ എടാ, ഇതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നേ, ഇവന്മാരോടൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ നിന്നാ നമ്മൾ വെറും മണ്ടന്മാരായി പോകും. ഞാൻ കാണിച്ചു തരാം.